ലേഖ, എന്താ ലേഖ, താനെന്താ ഫോൺ എടുക്കാത്തത്? തനിക്കിത് എന്ത് പറ്റി? സോറി ചേട്ടാ. എന്തിനാ സോറി പറയുന്നത്? ഞാൻ തോറ്റുപോയി. എനിക്ക് ആ കേസ് ജയിക്കാനായില്ല ചേട്ടാ. ഇത്രേ ഉള്ളൂ? ഒരു കേസ് തോറ്റാനാണ് ഇത്രയ്ക്ക് സങ്കടം? ജേട്ടന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിട്ടും തോറ്റുപോയല്ലോ ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ വയ്യാത്ത. എടോ, ഏത് കേസിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് തോൽവി സംഭവിച്ചില്ലേ പറ്റൂ. എപ്പോഴും ജയിക്കണം നമുക്ക് വാശി പിടിക്കാൻ പറ്റൂ? ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ തോൽവിയാ ചേട്ടാ. പക്ഷെ അത് മാത്രമല്ല എന്നെ വേദനിപ്പിച്ചത്. പിന്നെ ആ അമ്മയുടെയും മകളുടെയും സങ്കടം നിറഞ്ഞ മുഖം, കണ്ണീര്. പണത്തിന്റെ ഹുങ്കിന് മുന്നിൽ തോറ്റുപോയ ഒരു പാവം പെൺകുട്ടിയുടെ അഭിമാനം. ഒരു വക്കീലെന്ന നിലയിലല്ല ചേട്ടാ, ആ പെൺകുട്ടിയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാ എന്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന. എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടും തോറ്റുപോയി ഞാൻ. സാരമില്ലടോ, കോടതികൾ ഇനിയുണ്ടല്ലോ. അപ്പീൽ കൊടുത്ത് തനിക്ക് കേസ് വിജയിപ്പിക്കാവുന്നതേ ഉള്ളൂ. തനിക്ക് കഴിയും. താനെന്ന് ആത്മാർത്ഥത്തോടെ വിചാരിച്ചാൽ മതി. നടക്കും. ഞാനില്ലേ കൂടെ? ചേട്ടാ, താമസിച്ച് കിട്ടുന്ന നീതി നിഷേധിക്കുന്നതിന് തുല്യവാ. ആയിരിക്കാം. പക്ഷേ ഒരിക്കൽ തോറ്റെടുത്തുനിന്ന് വീണ്ടും ഉയർത്തെണീക്കുന്നതിലും പൊരുതി ജയിക്കുന്നതിലും ഒരു സുഖമില്ലേ? താൻ ആ കേസ് കുറച്ച് ആഴത്തിലൊന്ന് പഠിക്കും. തനിക്ക് പറ്റും. ഇത് തൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ തോൽവിയാണെന്നല്ലേ പറഞ്ഞത്? പക്ഷെ എൻ്റെ അഭിപ്രായം അതല്ല. ഇത് തൻ്റെ കരിയറിലെ അവസാനത്തെ തോൽവിയായിരിക്കും. എന്താ, പറ്റില്ലേ? കഴിയും ചേട്ടാ. ഇങ്ങനെ ഉറച്ച മനസ്സോടെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു പെണ്ണും ഒരിടത്തും തോൽക്കില്ല. ഈ കേസിൽ ഞാൻ അപ്പീല് പോകും. ഞാൻ തന്നെ വാദിക്കും. ഞാൻ ജയിക്കും. അല്ല കുട്ടി, നീ ആരാ? എന്തിനാ നീ എൻ്റെ അടുത്ത് മാത്രം വന്നത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇവിടെയുള്ളവർക്ക് നിന്നെ അറിയാം. നിന്റെ ഫോട്ടോ കണ്ട് അവര് രണ്ടുപേരും ഒന്ന് അമ്പരന്നിട്ടുണ്ട്. അപ്പോ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവും. അല്ല, ഈ വീട്ടിൽ നീ എങ്ങനെ എത്തി? അതെ, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഞാൻ പോയിട്ട് വരാം. ഭക്ഷണം കഴിച്ചോ? ഓ, ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാ താൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്. താങ്ക്സ്. ആഹാരം കഴിച്ചോന്ന് ചോദിക്കാൻ യഥാർത്ഥ ഭാര്യ ആവണമെന്നില്ല, നല്ല സുഹൃത്തായാലും മതി. തൽക്കാലം വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. നാളെ മുതൽ ഞാൻ സ്കൂളിൽ പോയി തുടങ്ങാം. ഇനി അത് പറഞ്ഞില്ല എന്ന് പറയരുത്. ഇത്രേ ഉള്ളൂ കാര്യം. എടോ, ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. തനിക്ക് പുറത്ത് ശത്രുക്കളുണ്ട്. ഈ വീടിന് പുറത്തു വെച്ച് തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഞാൻ പെട്ടുപോകും. US പോകാനുള്ള എൻ്റെ പ്ലാൻ താനായിട്ട് മുടക്കരുത്. അതുകൊണ്ടാണ് ഞാനങ്ങനെ സംസാരിച്ചത്. ഐ എം സോറി. അത് സാരില്ല, ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു. സോറി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ 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 ഹലോ.
ഷേ. ആരാ നിങ്ങൾ? എന്തിനാ ഞങ്ങളിങ്ങനെ ശല്യപ്പെടുത്തുന്നേ? മേലിൽ ഇങ്ങോട്ട് വിളിക്കരുത് ആരായാലും. ഇഡിയറ്റ്. ഒരു മേനേഴ്സും ഇല്ലാത്ത ജന്തുക്കൾ. ഇവനെങ്ങനെ ഈ വീട്ടിൽ ഇവൾക്കൊപ്പം? എന്താ സിദ്ധാർത്ഥ, എന്താ തിരിച്ചു വന്ന്?
എന്തു പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് ഒന്നുമില്ല, ഞാനൊരു കാര്യം മറന്നു, അത് എടുക്കാൻ വന്നതാ. എന്നിട്ട് എടുത്തോ? ഓ കിട്ടി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ ആരാ ഇവള്? നൗഫൽ ഇവളും തമ്മിൽ ഇത്രയ്ക്ക് സുഹൃത്തുക്കളാണോ? ഇതെങ്ങനെ സിദ്ധാർത്ഥന്റെ മുറിയിൽ വന്നു? ഹലോ ആനി ചേച്ചി, ഞാൻ അങ്ങോട്ട് ചേച്ചിയെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തിന്? അത് പറയാം. അതിനു മുൻപ് ചേച്ചി വിളിച്ചത് എന്തിനാണെന്ന് പറ. ഒരു നല്ല വാർത്തയാ. ആ ഫോൺ നമ്പറിന്റെ ഉടമയെക്കുറിച്ച് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. ആണോ? ആരാ ചേച്ചി അത്? ഏതാ സ്ഥലം? സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു പീറ്റർ ജോണിന്റെ പേരിലാ ആ ഫോൺ കണക്ഷൻ. പീറ്റർ ജോണോ? ആരാ അയാള്? അതൊന്നും ക്ലിയർ ആയിട്ടില്ല. പക്ഷേ നെയ്യാറ്റിൻകരയ്ക്കടുത്താ ആ സ്ഥലം. അയാളെ ചേച്ചി വിളിച്ചു നോക്കിയോ? ഇല്ല. വിളിച്ചാ ചിലപ്പോ നമ്മുടെ ചോദ്യങ്ങൾക്ക് അയാൾ യഥാർത്ഥത്തിൽ മറുപടി പറയണമെന്നില്ല. നമുക്ക് അയാളെ നേരിൽ ചെന്ന് കാണാം. ശരി ചേച്ചി. അല്ല, അരുന്ധതിക്ക് എന്താ പറയാനുള്ളത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു തെളിവ് എനിക്ക് കിട്ടി ചേച്ചി. എന്ത് തെളിവ്? അതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനം? പ്രയോജനമുണ്ട്. നീ കാര്യം പറ. ഒക്കെ ഞാൻ നാളെ പറയാം. വെറുതെ കൂടി വിളിച്ചു നോക്കണേ. അതൊക്കെ ഞാൻ വിളിക്കാം. പക്ഷേ ക്യൂരിയോസിറ്റി കൂട്ടാതെ നിനക്കതങ്ങ് പറഞ്ഞൂടെ? എന്തായാലും വെറുതെയും കൂടി വരട്ടെ. എന്നിട്ട് രണ്ടുപേരും ഒന്ന് ഞെട്ടാൻ തയ്യാറായിരുന്നു. ഞെട്ടാനോ? അതിന് മാത്രം എന്താ നിന്റെ കൈ? ആനി ചേച്ചി, ഇതുവരെ നമ്മൾ വിചാരിച്ച പലതും മാറി മറിയാൻ പോവാം. അതുകൊണ്ട് അത് നേരിട്ട് കണ്ടാൽ മതി. എന്നാ ഞാൻ വെക്കട്ടെ. മോനെ അർജുൻ, മോനത് എന്തോ എടുക്കുക? ക്രിക്കറ്റ് കളിക്കുക. അച്ഛന് കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ ചിപ്സ് അല്ല പഠിക്കുവാന്ന്? മോനെ, മോൻ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയി. മോന് ഇപ്പൊ ഭക്ഷണം ഒന്നും ശരിയാവുന്നില്ല. അത് അച്ഛൻ അറിയാം. എന്താ അച്ഛന്റെ ഉദ്ദേശം? ഏയ്, എന്തുദ്ദേശം? അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല. മോന് കുറച്ച് നല്ല ഭക്ഷണം വാങ്ങിച്ചു തരണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. പക്ഷേ മോൻ അച്ഛനൊരു സഹായം ചെയ്യണം. അമ്മയെ കൂടെ വിളിച്ചോണ്ട് വരണോ അല്ലേ? അതെ, മോന് പെട്ടെന്ന് മനസ്സിലായി അല്ലേ? മോൻ മിടുക്കനാ, കള്ളൻ. അതെ അച്ഛാ, അച്ഛന്റെ കള്ളത്തരമൊക്കെ എനിക്കറിയാം. എന്നെ സോപ്പിട്ട് അമ്മയുടെ പിണക്കം മാറ്റാനില്ലേ? അത് നടക്കത്തില്ല. അതെന്താടാ മോനെ? അമ്മ അച്ഛനെ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. ഒരു രക്ഷയില്ല അച്ഛാ. അമ്മ കടുത്ത തീരുമാനത്തില്ല. അച്ഛന്റെ കാര്യം പോക്ക. മോനെ, മോൻ അമ്മയോട് നിർബന്ധിച്ച് പറഞ്ഞാ മതി, അമ്മ കേക്കും. മോന് അച്ഛനെ വേണമെന്ന് പറഞ്ഞ് കുറച്ചങ്ങ് നിന്നാ മതി. അമ്മ ഡിവോഴ്സ് പിൻവലിക്കാൻ സമ്മതിക്കും. ഉറപ്പായി സമ്മതിക്കോ? പിന്നെ സമ്മതിക്കും. എന്നാ പിന്നെ ഞാനൊന്ന് ഇടപെട്ട് നോക്കാം. അമ്മേ, അമ്മേ! എന്തിനാടാ കിടന്ന് വിളിച്ചു പോകുന്നത്? അമ്മേ, അമ്മയ്ക്കേ വൈകിട്ട് നല്ല അറേബ്യൻ ഫുഡ് വേണോ? എനിക്കെങ്ങും വേണ്ട. അമ്മ കാശ് കൊടുക്കണ്ടെന്നേ. അച്ഛൻ നമ്മളെ പുറത്തു കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചേരാൻ റെഡിയായി നിൽക്കുക.
അമ്മയെ ഡിവേഴ്സിൽ നിന്ന് പിന്മാറ്റാൻ അച്ഛൻ എനിക്ക് തരാന്ന് പറഞ്ഞ കൈക്കൂലിയാ. എന്താ അമ്മേ, സമ്മതിക്കുന്നു? മിണ്ടാതിരുന്ന് കഴിക്കടാ. ചിലപ്പോ ആഹാരത്തിൽ വിഷം കലക്കി നമ്മളെ കൊല്ലാനുള്ള അടവായിരിക്കും. വെറുതെ നിനക്ക് എന്നോട് വൈരാഗ്യമാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോട് ചെയ്തതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട്. എന്നോട് ക്ഷമിക്കാൻ നിനക്ക് പറ്റില്ലേ വെറുതെ? എന്നോട് നീ ക്ഷമിക്കില്ലേ? നീ മോനും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല വെറുതെ. വെറുതെ പ്ലീസ്, നീ പറയുന്നത് എന്തും ഞാൻ എന്നെ അനുസരിക്കാം. എന്നെ കൈവിടരുത് വെറുതെ. അച്ഛാ, അച്ഛൻ്റെ ആക്ടിങ് തീരെ പോരാ. വെറുതെ നീ എന്തെങ്കിലും ഒന്ന് പറയൂ വെറുതെ. ഹലോ ആനി ചേച്ചി, ഞാനോ? ഞാനിവിടെ തന്നെ ഉണ്ട് ചേച്ചി. ഇപ്പോഴോ? ഞാൻ വരാം ചേച്ചി. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ആരും നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല, അതുറപ്പാ. മോനെ, അമ്മയൊന്ന് ആന ടീച്ചറെ കണ്ടിട്ട് ഇപ്പൊ വരാം. നിക്ക്. നീയെല്ലാം കൂടി എന്റെ ജീവിതം തുലച്ചു. ഇനി ആരെ കുഴിയിലോട്ട് എടുക്കാനടി നിന്റെയൊക്കെ ഈ ഗൂഢാലോചന? ആ, ഇപ്പൊ കറക്റ്റായി. അടിപൊളി. പോടാ. ഡേ പറയാൻ ഇനി എന്തിനുള്ള പുറപ്പാടാ? നൗഫലിനെ കൊന്ന കുറ്റത്തിന് തന്നെ ജയിലിൽ കയറ്റാൻ എന്താ മതിയോ? അച്ഛാ, അച്ഛ ശരിക്കും ജയിലിൽ കിടക്കുമോ? പാവം, വർക്കൗട്ടായില്ല. മോളെ, മോളിതെങ്ങോട്ടാ രാവിലെ? സ്കൂളിലേക്ക്. അത് കൊള്ളാം. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ജോലിക്ക് പോകുന്നത് ശരിയാണോ മോളെ? കല്യാണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ലീവൊന്നും എടുത്തിട്ടില്ല. എനിക്ക് സ്കൂളിൽ പോയേ പറ്റൂ. നിർബന്ധമാണെങ്കിൽ പൊയ്ക്കോ. പക്ഷേ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ? അത് സാരമില്ലമ്മേ. രാവിലെ ചായ കുടിച്ചില്ലേ, അത് മതി. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. എന്താ രാവിലെ രണ്ടുപേരും കൂടെ? മോനെ, അരുന്ധതി പറയുന്ന കേട്ടില്ലേ, ജോലിക്ക് പോവാന്ന്. അതിനെന്താ, വെറുതെ ഇവിടെ കുത്തിയിരുന്ന് സമയം കളയുന്നതിനേക്കാൾ നല്ലത് ജോലിക്ക് പോകുന്നതല്ലേ? അരുന്ധതി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. ഓക്കെ, വൈകിട്ട് വേണമെങ്കിൽ ഞാൻ വന്ന് പിക്ക് ചെയ്യാം. വേണ്ട സിദ്ധു, അതൊക്കെ ബുദ്ധിമുട്ടാവും. ഞാൻ കാരണം രോഗികൾ ചികിത്സ കിട്ടാതെ വലയണ്ട. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ. അമ്മയൊന്ന് അവിടെ നിന്നേ. നിങ്ങൾ ഇന്നലെ എന്റെ മുറിയിൽ കയറിയോ? ഞാനോ? ഇല്ല. കള്ളം പറയരുത്, എന്റെ സ്വഭാവം അറിയാലോ. ഞാനൊരു മുറിയിലും കയറിയിട്ടില്ല. മറ്റു വല്ലവരും കയറിയെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഒന്ന് നിന്നേ. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ? എന്തിനാ താൻ ഇവിടെ ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കുന്നേ? തന്റെ പേരെന്താ? ചോദിച്ചത് കേട്ടില്ലേ? തന്റെ പേരെന്താന്ന്? മരുത്. തനിക്കെന്താ ഇവിടെ ജോലി? എനിക്ക് പോണം, ഞാൻ പോവാ. ഏയ് മരുതേ, മരുതേ നിൽക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, അവിടെ നിൽക്കാൻ.